കുറച്ചൊരു വെൽക്കം. ഓക്കെ തുടക്കം ഇന്ന് നമ്മുടെ കൂടെ കട്ടിയാണോ? അത് എന്നെ കൊണ്ട് നല്ലൊരു ഇൻട്രോ കൊടുക്കാന്ന് വെച്ചാ കട്ട് ചെയ്ത് തുടങ്ങി. ഇല്ല പണ്ടിട്ടറിയോ ഒരു വിനായകനൊക്കെ പാടിക്കുന്ന പോലെ അൺബോക്സിംഗ് വീഡിയോ ആണ്. സോ ഇത് കട്ട് ചെയ്തിട്ട് പുതിയ തുടങ്ങാം. ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നമ്മൾ പോയ കട നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ദാരിദ്ര്യം കണ്ട് ഞങ്ങൾ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാൻ പോയി അവിടെ എല്ലാം ഇട്ടിട്ട് ഞങ്ങൾക്ക് അവിടുത്തെ ചേട്ടന്മാരെ 3 ലിപ്സ്റ്റിക്ക് തന്നെ തന്നു. അത് ചോദിച്ചില്ല. സത്യസന്ധ കൂടി പോയതാ. എന്താ കുറച്ച് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യട്ടോ. അവര് നമുക്ക് തന്നത് ഈ 3 ഫേസ് സ്കാനറുടെ ഇതാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി, പക്ഷെ എനിക്ക് വലിയ ചേഞ്ചസ് ഒന്നും മനസ്സിലായില്ല. അത് ലൈക്ക് എല്ലാം സെയിം ഷെയ്ഡ് പോലെ ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇത് മസാജ് ഇങ്ങനത്തെ ഉദ്ദേശത്തൊക്കെ ആക്കിയിട്ട് ഇങ്ങനത്തെ ഞാനൊക്കെ സംസാരിച്ചിട്ട് എന്ത് കിട്ടാനാ? എനിക്ക് തോന്നുന്നത് 3 സെയിം വലിയ വ്യത്യാസമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് ചെറിയ വ്യത്യാസമുണ്ട് കട്ടിങ്ങിലൊക്കെ. കുറിച്ച് 2 വാക്ക് ലിപ്സ്റ്റിക്കിനെ പറ്റി പറയട്ടെ. അത് നമുക്ക് വേറെ വ്ലോഗ് എടുക്കാം. ഒരു ഇത് ആയിരുന്നു അത്. അപ്പൊ ഓക്കെ ഗൈസ്, നമുക്ക് ഈ 3 ലിപ്സ്റ്റിക്ക് തന്ന് സഹായിച്ചിട്ടൊന്നുമില്ല. നോക്കി പിന്നെ അവിടുത്തെ കുറെ അതും ഒരു കട അടച്ചപ്പോഴാണ് നമ്മൾ കയറി ചെന്നത്. നമ്മള് പിന്നെ അടുത്തായിട്ട് വാങ്ങിച്ചത് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണത്. വീട്ടിലിത് കത്തിക്കാം. സെഗ്മെന്റ് കാൻഡൽസ്. ഭയങ്കര സ്മെല്ലായിരിക്കും. ഞാൻ മുടി ഇങ്ങനെ വെട്ടിട്ട് എങ്ങനെയുണ്ടോ? ഓ നല്ല മണം ആണല്ലേ. ഞാൻ പോപ്പുലറെ പോയി ഇത് വാങ്ങി വെക്കാൻ പറഞ്ഞിട്ട് കേട്ടാന്നോ? ഇല്ല. പിന്നെ ഞാൻ മേടിച്ചത് കട്ട് ചെയ്ത് എടുത്തത്. കട്ട് ചെയ്തതിലും കുഴപ്പമില്ല. ഞാൻ വാങ്ങിച്ച ലിപ്സ്റ്റിക് ആണിത്. കടയിൽ പോയിട്ട് നാണം കെട്ടി ഞാൻ ഇറങ്ങി വന്നിട്ടൊന്നുമില്ല. ഞാൻ ലിപ്സ്റ്റിക് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് ഒരു ലെൻസും വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. നമ്മുടെ പർച്ചേസിന് ഇത്ര തേക്കഞ്ഞുള്ളൂ വാങ്ങാൻ. ഇതിനെ വാങ്ങിച്ചതിൽ നല്ല പൈസയാണ്. ഒരു ദിവസം സർവൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നോ പോകുമ്പോ? ഒരിക്കലും ഇല്ല. നമ്മൾ എവിടെ പോയാലും ചെലവാണ്. വിൻ ചെയ്ത് ഞാനാണ്. കാരണം ഞാൻ ഓൾറെഡി ഒന്നും മേടിക്കണം ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് എന്റെ കണ്ണിങ്ങനെ മഞ്ഞളിച്ചെങ്കിലും ഞാൻ ഒന്നും മേടിക്കാതിരുന്നു. സോ ഇവിടെ ഇപ്പോ മൈൻഡ് സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് ഞാനാണ്. നീ ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ കാണാൻ വീക്കായി പോകുന്നുണ്ട്. സത്യല്ലേ? ഇട്ടതാ സമ്മതിക്ക്.